ദേവര പാർട്ട് 1 കണ്ടു. എന്തൊരു അപരാധമടി. ദേവരയല്ല, അപരാധം എന്ന് വിളിക്കേണ്ട അവസ്ഥയായി പോയി. എന്നാലും താത്തേനെ അത്ര വന്നില്ലല്ലേ. ഞാൻ വിചാരിച്ചത് താത്തേനെ വെട്ടിക്കുന്നതാണ് ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞപ്പോൾ. പക്ഷെ വേണ്ട, താത്തേനെ ഏറ്റവും വലിയ അപരാധം ഈ സീസണിലെ ഏറ്റവും വലിയ അപരാധം താത്തയാണ്. താത്ത കഴിഞ്ഞാൽ സെക്കൻഡ് ഏറ്റവും വലിയ അപരാധമായിട്ട് തോന്നിയത് എനിക്ക് ദേവരയാണ്. എന്ത് ഊമ്പിയ പരിപാടിയെ കാണിച്ചാൽ ഇവർക്ക് കഥ കേൾക്കുമ്പോഴും മനസ്സിലാവില്ല. കഥ കേട്ടത് പോട്ടറാ, അനിരുദ്ധ പറ്റിക്കല് ആലോചിച്ചു. ആൾക്ക് കിട്ടണ പണി ആൾ ഉഷാറായി. ഇനി അയാളെ മ്യൂസിക്കിനെ കുറിച്ചിട്ടാണോ എഴുതിയിട്ട ട്രോഫിയും കയ്യടിയൊക്കെ? അങ്ങനെ ആവാട്ടോ. ഓവർ എക്സ്പെക്ടേഷൻ തന്നിട്ട് അനുരോധ് ഇത് ചതി വേണ്ടിയിരുന്നില്ല. പാർട്ട് 2 ഉണ്ട്. അയ്യോ, ഈ അപരാധത്തിന്റെ പാർട്ട് 2 എന്ത് കാണാനാണ്? അതാ ഏറ്റവും രസം. അച്ഛൻ ദേവര, മകൻ വര. എന്റെ പൊന്നേ, വര ഞാൻ പറയണില്ല. തന്തേന്റെ പേര് വല്ല വേറെ ആയിരുന്നതിന് മാന്റെ പേര് വേറെ വല്ലതായി പോയിരുന്നു അവസ്ഥ. അത് സത്യത്തിലുണ്ടല്ലോ ഇതിന്റെ ഫസ്റ്റ് ഹാഫിൽ ഈ ഹീറോന്റെ ഒരു ഇൻട്രൊഡക്ഷൻ സീൻ ഉണ്ട് മക്കളെ. ഡോൾഫിൻ കുട്ടിയാ തോന്നിപ്പോ. ഭയങ്കര പ്രശ്ന. അപ്പത്തേക്ക് വിജയ് ഫാൻസ് ആണ്. ഇത് ആര് ചാടിയാലും അങ്ങനെ ചാടിയ പ്രശ്നമാണ്. എടാ, എന്താണ് ആ സീനൊക്കെ എനിക്കൊരു പിടുത്തവും ഇല്ല. പിന്നെ ഞാൻ ആദ്യമായിട്ടാണ് ഈ ലോകത്ത് നിന്നല്ല, നമ്മളെ ഡ്രീമിൽ പോലും നമ്മൾ ഒരു മീനില്ലാത്ത കടൽ ഞാൻ കണ്ടിട്ടില്ല. കടലിന്റെ അടിത്തട്ടിൽ എവിടെങ്കിലും CG ഇടുമ്പോ 10 മീനെങ്കിലും വിൽക്കും. ഇത് ചെങ്കടലാണ്. ചെങ്കടല് മീനില്ല, ഉറപ്പെടുക്ക്. ഇതാണ് പൊട്ട. ഇത് ചെങ്കടല അങ്ങനെ ആക്കിയതല്ല, ചോരയായി ചെങ്കടലായി. അല്ലാതെ ചെങ്കടലായതല്ല അത്. ആ ചെങ്കടല് ഞാൻ ശരിക്കും ചെങ്കടലല്ല പറഞ്ഞേ, ഈ സിനിമയിലെ ചെങ്കടല്. ശവരാധം ആലോചിച്ചങ്ങളെ. കടലിന്റെ അടിയിലൊരു മീന് പോലും ഇല്ലാത്തൊരു കടൽ, അത് ക്യാമറ ഷൂട്ട് ചെയ്യാൻ വേണ്ടി അങ്ങനെ വെച്ചു കൊടുത്തേക്കും. പിന്നെ ഈ സിനിമേന്റെ തെലുങ്ക് ഓഡിയൻസിന് ചിലപ്പോൾ ഈ സാധനം മാസ് മസാല സെന്റിമെന്റ്സ് സാധനമൊക്കെ ആയിട്ട് വർക്കൗട്ട് ആവും. നമുക്കിതൊരു എപ്പിക് ആക്ഷൻസ് ആകെ ആയിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു ആക്ഷൻ മൂവി ആയിട്ട് പോലും കൺസിഡർ ചെയ്യാൻ പറ്റില്ല. കാരണം ഫസ്റ്റ് ഹാഫിലുള്ള ആക്ഷൻ സീനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പൊന്നി എന്തൊരു വൃത്തികേടാണ്. ആക്ഷൻ എന്നൊക്കെ പറഞ്ഞ് കാട്ടിക്കൂട്ടിയ പരിപാടി എന്ന് പറഞ്ഞാൽ മഹാ അബദ്ധം. ഇത്രയും കോടി രൂപയും മുടക്കിയിട്ട് ആളെ പറ്റിക്കുന്ന പരിപാടിയായിപ്പോയി. ഫസ്റ്റ് ഹാഫ് മൊത്തം അച്ഛൻ ദേവര ഇങ്ങനെ മാസ് കാണിക്കാനായിട്ട് നടക്കണ അച്ഛൻ ദേവര. ഇന്നാ ഡൗൺ ടു എർത്താണ്. ഒരുമാതിരി പഴയ സാധനം ഉണ്ടല്ലോ, ഒരു നാട്ടാമ, ഒരു നാടിനെ മൊത്തം കാത്തു സൂക്ഷിക്കുന്ന ഒരു നാട്ടാമ സെറ്റപ്പിലൊരു ചെങ്ങാതി. നാട്ടുകാരോടൊക്കെ ഒരു ഭയങ്കര ഇത് ഒന്നുമല്ല, ഫുള്ള് തെറ്റ് ചെയ്യണതിൻ്റെ ഇടയിൽ നിന്ന് ഒരുത്തരം ബോധോദയം വരികയാണ്, തെറ്റാണല്ലോ ചെയ്യണത്. എന്നിട്ട് എൻ്റെ പൊന്നു ബുൾഡോസർ കയ്യനാ ഇവൻ. എനിക്ക് മനസ്സിലാവണില്ല. JCB തുമ്പിക്കയ്യാ കൈ ഉന്തി കൊണ്ടുപോകണുണ്ട് 2-3 ടണ്ണിന്റെ സാധനം, 10 ആള് പൊക്കിക്കൊടുന്ന സാധനമൊക്കെ. സെയ്ഫ് അലി ഖാനൊക്കെ എന്താ സൈഡിൽ അതിലും നല്ല സെയ്ഫ് അലി ഖാൻ എഴുതിയൊരു കല്ല് വെക്കുകയായിരുന്നു സിനിമയ്ക്കകത്ത്. ഇതാണ് സിനിമ അഭിനയിക്കാൻ പോണത് ഇതിലാണ്. അയ്യോ, എന്താ അറിയോ, ഇതിന്റെ ഡയറക്ടർ കൊറട്ടത്തല ശിവ, ജനതാ ഗാരേജ് ശ്രീമന്തടു മോനെ. ഇവന്റെ നമ്മളെ മറ്റേ മഹേഷ് ബാബുവിന്റെ ശ്രീമന്തടു ഏതാ പാട്ടം മിർച്ചി. എന്നിട്ടാണ് ഈ ഒരു അത് കണ്ടിട്ട് അങ്ങനെ പറയാൻ പറ്റില്ല. അപ്പൊ ഇന്ത്യൻ 1 കണ്ടിട്ട് ഇന്ത്യൻ 2 പോയില്ലേ, രണ്ടും ശങ്കരനല്ലേ. അത് ശരിയാണ്. താത്തന്റെ 6 പാക്കിനേക്കാൾ മെച്ചം ദേവരയാണ്. അനിരുദ്ധിന്റെ മ്യൂസിക് ഒന്നും സത്യം പറഞ്ഞാൽ ശ്രദ്ധിക്കാൻ പറ്റിയില്ല മോനെ. ഉള്ളൂ അത് വെറുപ്പിക്കലായിരുന്നു സത്യം പറയാലോ. ഈ സിനിമയില് അനിരുദ്ധിന്റെ മഹാ വെറുപ്പിക്കൽ. എനിക്ക് ഇഷ്ടായോ? ബാക്ക്ഗ്രൗണ്ട് കുഴപ്പമില്ല, എനിക്ക് തീരെ പറ്റിയില്ല. എനിക്ക് ഭയങ്കര വെറുപ്പിക്കലും ഭയങ്കര ഇറിറ്റേഷനും ആയിട്ടാണ് എനിക്ക് ഇപ്രാവശ്യം അനിരുദ്ധിന്റെ മ്യൂസിക് ഈ സിനിമ തോന്നിയത്. അത്രത്തോളം സീനുകൾ. എന്താണ് ജാൻവി കപൂർ. അയ്യോ, ജാൻവി കപൂർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ക്യൂട്ട്നെസ് വാരി തൂറി എറിയാൻ വേണ്ടിയിട്ട് എന്തൊക്കെയോ കാണിച്ചുകൊണ്ടിരിക്കുന്നു. സത്യം ഞാൻ പറയുന്നത് നിങ്ങളൊന്നും വിചാരിക്കരുത്. ക്യൂട്ട്നെസ് മനഃപൂർവ്വം വാരി തൂറി അറിയാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണോ കാണിച്ചു കൂട്ടണേ എന്നുള്ള ഒരു പിടുത്തമില്ല. പിന്നെ എല്ലാ സിനിമയിലും ഇപ്പം അടുത്ത് കണ്ട് മറന്നൊരു സാധനമാണ് കഥ പറയാൻ വേണ്ടിയിട്ടൊരു തന്ത.
ആ തന്ത മിക്കവാറും ആരാവും? പ്രകാശ് രാജ്. പ്രകാശ് രാജ്. അത് ഈ സിനിമയിൽ അതുപോലെ ഉണ്ട്. പ്രകാശ് രാജിന്റെ ആ ഒരു തന്തവേഷം അതുപോലെ കിട്ടിയിട്ടുണ്ട് ഇതിനകത്ത്. മൂപ്പരിങ്ങനെ ഇരിക്കുകയാണ്, മൂപ്പരിങ്ങനെ ഇരിക്കുന്നു, ആരെങ്കിലും വരുന്നുണ്ടോ കഥ കാത്തിരിക്കാൻ കഥ തീരത്ത് ആരെങ്കിലും വരുമോ കഥ പറയാ. വീട്ടുണ്ടായ സംഭവം മൂപ്പർക്ക് അറിയുള്ളൂ, കഥ ഫുള്ള് മൂപ്പർക്ക്. അതെ, മൂപ്പരാണ് മെയിൻ. അവിടുത്തെ മൂപ്പരാണ് മെയിൻ. മൂപ്പരില്ലാത്ത സീനത്തെ കഥ വരെ മൂപ്പർക്ക്. അതെ, എല്ലാം മൂപ്പർക്കറിയാം. പിന്നെ ഷൈൻ ടോം ചാക്കോ മലയാളത്തിൽ നിന്ന് അങ്ങേരെ വിളിച്ചു കൊണ്ടുപോയി തെലുങ്ക് കൊണ്ടുപോയി യൂക്ക് മേടിച്ചു കൊടുക്കേണ്ട ഒരു അവസ്ഥ വന്നല്ലോടെ. അയ്യോ, ഇവിടെ എന്നാ എന്തെങ്കിലും അല്ലേ 10 ഡയലോഗെങ്കിലും ഇവിടെ ഉണ്ടായിരുന്നു, അതും ഇല്ല. ലാസ്റ്റ് ആയപ്പോ അയാൾക്കാണ് ഇതിൽ ഏറ്റവും എഫേർട്ട് ഇട്ടോ, ഒറ്റ കണ്ണുകൊണ്ട് അഭിനയിക്കേണ്ട അവസ്ഥ. വിട്ട് കിട്ടിയ ആൾ ചത്തിട്ടില്ല. അതെ, ആകെ മൊത്തം പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഊമ്പലും കഞ്ഞിയായ അവസ്ഥയായി ഇപ്പോൾ. എന്തായാലും പടത്തിന് കയറിയിട്ട് തിയേറ്ററിലിരുന്ന നാട്ടുകാർക്ക് ചിരിക്കണോ കരയണോ എന്ന് മനസ്സിലായില്ല. ഫസ്റ്റ് ഹാഫ് എങ്ങനെയോ അവരതും തീർന്നു. ഫസ്റ്റ് ഹാഫൊക്കെ തീരുമ്പോഴത്തേക്ക് ഭ്രാന്ത് പിടിച്ച് വളരെ മോശം സെക്കൻഡ്. ഫസ്റ്റ് ഹാഫേ സഹിക്കുന്നില്ല എനിക്ക്. സെക്കൻഡ് ഹാഫ് എനിക്ക് എന്താ ചെയ്യണ്ടേന്ന് അറിയില്ല. സെക്കൻഡ് ഹാഫ് ഞാൻ അങ്ങനെ ഓരോ സീന് വരും. അച്ഛൻ്റെ കഴിയുമ്പോഴത്തേക്ക് മകൻ തുടങ്ങി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മകൻ്റെ വെറുപ്പിക്കുക. ജൂനിയർ NTR എന്ന് പറയുമ്പോൾ നമുക്ക് RRRഉം ജനതാ ഗ്യാരേജൊക്കെ കണ്ടിട്ടില്ലേ, കുറേ സിനിമ കണ്ടിട്ട് നമുക്കൊരു ഇഷ്ടമുണ്ട് മലയാളികൾക്ക് അയാളോട്. അത് ഫുള്ള് പോണ രീതിയിലുള്ള വെറും ക്രിഞ്ച് സാധനങ്ങൾ ഇട്ടിട്ട് പശ മാതിരി കുഴച്ച് വെച്ചിരിക്കുക. അതിനിടയിൽ ഈ മറ്റേ പാസം കുത്തിക്കയറ്റുന്ന അതിലും വലിയ പരിപാടി. പിന്നെ ഇതിനെന്ന് പറഞ്ഞാൽ എങ്ങനെ അറിയാം, ഒറ്റയടിക്ക് ഒറ്റക്കുത്തിനൊക്കെ ആൾക്കാർ ചാവണോണ്ട് അടി കിട്ടിയോണ്ട് ഈച്ച് വരുന്നില്ല. കുറെ ജൂനിയർ ആർട്ടിസ്റ്റ് കണ്ടവാനം ലോട്ട് കണക്കിനുള്ളതുകൊണ്ട് ആദ്യം കുത്ത് കിട്ടി ചാവണം അവിടെ കിടന്നിട്ട് പിന്നെ അടുത്ത് വരുന്നത് വേറൊരുത്തനാണ്. ഞാൻ ആകെ മൊത്തത്തിൽ ഇനി വയ്യ. ഇത് നിങ്ങൾക്ക് ലാഗാവും. ഞങ്ങൾ അത്രയും ലാഗ് അടിച്ചാൽ പണം കണ്ടത്. ഞാൻ സത്യം പറയാലോ, ഇതിനൊക്കെ പാർട്ട് 2 ഇറക്കുന്നോ അനുഭവിക്കും. പാർട്ട് 2 ഞാൻ മരിച്ചാലും ഞാൻ പാർട്ട് 2 ഞാൻ OTT പോലും കാണില്ല. വെറുത്തു നീ പടം. ഫുഡെങ്കിലും കഴിക്കാം.